ബാൾക്കൻ യാത്രയുടെ അടുത്ത അധ്യായം മോണ്ടിനെഗ്രോയിലെ ഏറ്റവും മനോഹരമായ രണ്ട് നഗരങ്ങൾ ബുഡ്വായും കോട്ടോറും നമുക്ക് സന്ദർശിക്കാം. ഞാൻ കവിരാജ് അമ്പലപ്പുഴയിൽ നിന്നും എൻ്റെ ബാൾക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട 9ാമത്തെ എപ്പിസോഡ്. മോണ്ടിനെഗ്രോയിലെ ബാർ നഗരത്തിലെ ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്നും ഇന്ന് രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്ത് മറ്റൊരു മനോഹര ദിവസത്തിൻ്റെ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഞങ്ങൾ. ഹോട്ടലിൽ നിന്നും ചെക്കൗട്ടായ ഞങ്ങൾ സ്വയം അവരവരുടെ ബാഗേജുകൾ ബസ്സിൽ എത്തിക്കുകയാണ്. ഈ ബാൽക്കൺ യാത്രയിൽ ഞാൻ കണ്ട ഒരു സവിശേഷത, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ബാഗേജ് ഹാൻഡിൽ ചെയ്യാൻ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുകയില്ല. ഇന്നത്തെ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം അഡിയാറ്റിക് കടൽ തീരത്തെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ബുഡ്വയും കോട്ടോറുമാണ്. രാവിലെ തന്നെ കാലാവസ്ഥ വളരെ പ്രസന്നമായിരുന്നു. ഒരു വശത്ത് നീല നിറത്തിൽ തിളങ്ങുന്ന അഡിയാറ്റിക് കടലും മറുവശത്ത് പച്ചപ്പണിഞ്ഞ മലനിരകളും. ഈ യാത്രയുടെ ഓരോ നിമിഷവും പ്രകൃതിയുടെ മനോഹരമായ ചിത്രങ്ങൾ പോലെ കണ്ണുകൾക്ക് മുന്നിലൂടെ കടന്നു പോവുകയായിരുന്നു. ബാർ നഗരത്തിൽ നിന്നും ബുഡ്വായിലേക്കുള്ള ദൂരം ഏകദേശം 60 കിലോമീറ്ററാണ്. ഈ റോഡ് മോണ്ടിനെഗ്രോയിലെ ഏറ്റവും മനോഹരമായ തീരപാതകളിൽ ഒന്നായി അറിയപ്പെടുന്നു. യാത്രയുടെ ഓരോ വളവിലും പുതിയ കാഴ്ചകളും ഓരോ നിമിഷവും പുതിയ അനുഭവങ്ങളും നമ്മളെ കാത്തിരിക്കുന്നു. ബാൾക്കൻ മേഖലയിലെ ഏറ്റവും ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബുഡ്വ. 2500-ലധികം വർഷങ്ങളുടെ ചരിത്രമുള്ള ഈ നഗരം പുരാതന കല്ലുകൊണ്ടുള്ള തെരുവുകളും മനോഹരമായ ബീച്ചുകളും ആഡംബര യാച്ചുകളും നിറഞ്ഞ ഒരു ലോകമാണ്. വേനൽക്കാലത്ത് യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അങ്ങനെ മനോഹരമായ തീരപാതകളിലൂടെ യാത്ര ചെയ്ത് ഒടുവിൽ ഞങ്ങൾ ബുഡ്വായിലെ മറീന പ്രദേശത്ത് എത്തിച്ചേർന്നു. കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ചെറുതും വലുതുമായ ബോട്ടുകളും ആഡംബര യാച്ചുകളും പിന്നെ ഉയർന്നു നിൽക്കുന്ന മലനിരകളും സ്ഫടികം പോലെ തെളിഞ്ഞ കടൽ ജലവും ആദ്യ കാഴ്ചയിൽ തന്നെ ബുഡ്വയുടെ സൗന്ദര്യം മനസ്സിനെ കീഴടക്കി. ഈ കാഴ്ചകൾ കണ്ടപ്പോൾ മോണ്ടിനെഗ്രോയെ അഡിയാറ്റിൻ്റെ മുത്ത് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം വ്യക്തമായി മനസ്സിലായി. ഇനി നമുക്ക് ഈ മനോഹരമായ നഗരത്തിൻ്റെ ചരിത്രവും കാഴ്ചകളും അടുത്തറിയാൻ ബുഡ്വയുടെ ഹൃദയഭാഗത്തേക്കൊന്ന് യാത്ര തുടരാം. കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ പുരാതന മതിലുകൾ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ ചുവടിലും ചരിത്രത്തിൻ്റെ സ്പർശം അനുഭവിക്കാം. ഇടുങ്ങിയ കൽവീഥികളും പഴമയുടെ ഭംഗി ഇന്നും കാത്തുസൂക്ഷിക്കുന്ന വീടുകളും ചെറു കഫേകളും മനോഹരമായ സുവനീർ കടകളും ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക ആകർഷണമാണ് നൽകുന്നത്. ഏകദേശം 2500 വർഷത്തിലേറെ പഴക്കമുള്ള ഈ നഗരം. അതിനുശേഷം വിശപ്പും ക്ഷീണമുണ്ടായത് ഞങ്ങൾ എത്തിയത് ടേസ്റ്റ് ഓഫ് ഏഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഈ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഭക്ഷണവും അനുഭവവും ഈ യാത്രയിൽ ഞങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ദുരന്തമാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടോർ ഓൾഡ് ടൗണിൻ്റെ പുറത്തുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗത്താണ്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കൂറ്റൻ കൽമതിലുകൾ ഏകദേശം 1000 വർഷത്തിലേറെ പഴക്കമുള്ളവയാണ്. പിന്നീട് വെനീഷ്യൻ ഭരണകാലത്ത് ഇവ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വികസിപ്പിക്കുകയും ചെയ്തു. ഈ മതിലിൻ്റെ പുറത്ത് കാണുന്ന വെള്ളം ഒരു സാധാരണ കനാൽ അല്ല, ശത്രുക്കൾ നഗരത്തിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാതിരിക്കാൻ നിർമ്മിച്ച പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പഴയകാലത്ത് ഇവിടെ കടൽ വെള്ളം നിറഞ്ഞു നിന്നിരുന്നതിനാൽ കോട്ട ആക്രമിക്കാൻ വളരെ പ്രയാസമായിരുന്നു. കോട്ടോർ യൂറോപ്പിലെ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ട മധ്യകാല നഗരങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ 1979 യുനെസ്കോ ഈ നഗരത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. നമ്മുടെ പിന്നിൽ കാണുന്ന മല മൗണ്ട് ലിവിയോൺ മലകളുടെ ഭാഗമായിട്ടുള്ളതാണ് ഇത്. ഈ മലകളും കോട്ട മതിലുകളും ചേർന്നാണ് കോട്ടോറിനെ പ്രകൃതിദത്തമായ ഒരു സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളോളം ഈ നഗരം വ്യാപാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രധാന കേന്ദ്രമായി നിലനിന്നത്. ഈ കോട്ട മുതൽ മുകളിലേക്ക് ഏകദേശം 4.5 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. മുകളിലേക്ക് കാണുന്ന സാൻ ജിജോവാനി ഫോർട്രസ് വരെ ഏകദേശം 1350 പടികൾ കയറിയെത്താം. അവിടെ നിന്ന് കോട്ടോർ ബേയുടെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ കണ്ണുകൾ ഒന്ന് മുകളിലേക്ക് ഉയർത്തി നോക്കൂ. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ഒരു വശത്ത് കടലും മറുവശത്ത് കുത്തനെയുള്ള മലകളും. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളോളം ഈ നഗരം ആക്രമണങ്ങളെ അതിജീവിച്ച് നിലനിന്നിരുന്നത്. കോട്ടോർ ഒരു കാലത്ത് അഡിയാറ്റിക് കടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങളിൽ ഒന്നായിരുന്നു. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും സഞ്ചരിച്ചിരുന്ന വ്യാപാര കപ്പലുകൾ ഇവിടെ എത്തി വ്യാപാരം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ റോമൻ സാമ്രാജ്യവും ബെസ്നറേൻ ഭരണാധികാരികളും വെനീഷ്യൻ റിപ്പബ്ലിക്കും പിന്നീട് ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യവും ഈ നഗരം ഭരിച്ചിട്ടുണ്ട്.
ഓരോ ഭരണകാലത്തും ഇവിടെ അവരുടെ സംസ്കാരങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. 1979 മോണ്ടിനെഗ്രോയിൽ ശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടായി. കൊട്ടൂർ ഓൾഡ് ടൗണിനും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരുടെ സഹായത്തോടെ നഗരത്തെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പുനർനിർമ്മിക്കുകയായിരുന്നു. അതേ വർഷം തന്നെയാണ് യുനെസ്കോ ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതും. ഇന്ന് ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഈ ചരിത്രവും പൈതൃകവും നേരിൽ കാണാനാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊട്ടൂർ ഓൾഡ് ടൗണിൻ്റെ പ്രധാന പ്രവേശന കവാടത്തിന് മുന്നിലാണ്. കുറച്ച് നിമിഷങ്ങൾക്കകം ഈ കവാടത്തിലൂടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര നഗരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അകത്ത് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ലോക്കൽ ഗൈഡ് നഗരത്തിൻ്റെ ഒരു മാപ്പ് തുറന്ന് കൊട്ടൂർ ഓൾഡ് ടൗണിൻ്റെ പ്രത്യേകതകൾ വിവരിച്ചു തന്നു. മാപ്പിൽ ആദ്യം അദ്ദേഹം കാണിച്ചു തന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സീ ഗേറ്റ്, അതായത് പ്രധാന പ്രവേശന കവാടം. 16-ാം നൂറ്റാണ്ടിൽ വെനീഷ്യൻ ഭരണകാലത്ത് പുനർനിർമ്മിക്കപ്പെട്ട ഈ കവാടത്തിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. കോട്ടയ്ക്ക് ഉള്ളിലേക്ക് കയറിയ ഞങ്ങളെ എല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് വിളിച്ചു. അതിനുശേഷം അദ്ദേഹം ചില പ്രധാന ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് തന്നു. ഇവിടെയാണ് പ്രധാന ചത്തുരം, നഗരത്തിൻ്റെ ഹൃദയം എന്ന് വിളിക്കാവുന്ന സ്ഥലം. പഴയകാലത്ത് വ്യാപാരവും ഭരണകാര്യങ്ങളും പൊതുയോഗങ്ങളും നടന്നിരുന്നത് ഇവിടെയായിരുന്നു. ഇവിടെയാണ് പ്രശസ്തമായ ക്ലോക്ക് ടവർ. നൂറ്റാണ്ടുകളായി സമയം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗോപുരം ഇന്നും കോട്ടൂറിൻ്റെ പ്രധാന അടയാളങ്ങളിൽ ഒന്നാണ്. അടുത്തതായി അദ്ദേഹം കാണിച്ചത് സെന്റ് സ്ട്രൈഫോൺ കത്തീഡ്രൽ. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം മോണ്ടിഗ്രോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തോലിക്ക ദേവാലയങ്ങളിലൊന്നാണ്. നിരവധി ഭൂകമ്പങ്ങളെ അതിജീവിച്ചാണ് ഇത് ഇന്നും നിലകൊള്ളുന്നത്. മാപ്പിൽ മറ്റൊരു ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഗൈഡ് പറഞ്ഞത് ഇവിടെ നിരവധി ചെറിയ ചത്തുരങ്ങളും ഇടുങ്ങിയ കാൽവിധികളും ഉണ്ടെന്നാണ്. ആ വഴികളിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മധ്യകാല യൂറോപ്യൻ നഗരത്തിലൂടെ സഞ്ചരിക്കുന്ന അനുഭവം ലഭിച്ചേക്കാം. പിന്നീട് അദ്ദേഹം മല മുകളിലേക്ക് നീട്ടി കോട്ടമതിൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഇന്നും ആ കോട്ടമതിലേക്ക് ഏകദേശം 4.5 കിലോമീറ്ററാണ് നീളുന്നതെന്നും ആ വിവരങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നിട്ടുള്ളതാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഗൈഡ് കൗതുകകരമായി മറ്റൊരു കാര്യം പങ്കുവച്ചു. ഈ നഗരത്തിൽ നിങ്ങൾക്ക് വഴിതെറ്റിയാൽ പേടിക്കേണ്ടതില്ല. കാരണം കൊട്ടൂർ ഓൾഡ് ടൗണിൻ്റെ യഥാർത്ഥ ഭംഗി ഈ ഇടുങ്ങിയ വഴിയിലുകളാണ് ഒളിഞ്ഞിരിക്കുന്നതും. ഓരോ വഴിയുടെയും അവസാനം ഒരു ചെറിയ ചത്തുരമോ ഒരു പുരാതന ദേവാലയമോ ഒരു കൊട്ടാരമോ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കെട്ടിടമോ നമ്മളെ കാത്തിരിക്കും. അദ്ദേഹം പിന്നീട് ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ഡോണ്ട് വറി ഇഫ് യു ഗെറ്റ് ലോസ്റ്റ് ഇൻ കൊത്തൂർ. ഗെറ്റിംഗ് ലോസ് ഈസ് എ പാർട്ട് ഓഫ് ദി എക്സ്പീരിയൻസ്. ഇത് കേട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒന്ന് ചിരിച്ചു. ശരിയാണ്, ചില നഗരങ്ങൾ കാണാനുള്ളതാണ്, ചില നഗരങ്ങൾ അനുഭവിക്കാനുള്ളതാണ്. കൊട്ടൂർ അത്തരത്തിലുള്ള ഒരു നഗരമാണ്. ഗൈഡിൻ്റെ വിശദീകരണം അവസാനിച്ചു. ഇനി ചരിത്രത്തിൻ്റെ ഈ കവാടം കടന്ന് നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കൊട്ടൂർ ഓൾഡ് ടൗണിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇടുങ്ങിയ കൽവീഥികൾ, പുരാതന കെട്ടിടങ്ങൾ, മനോഹരമായ ചത്തുരങ്ങൾ, ഓരോ ചുവടിലും ഓരോ പുതിയ കഥ. വാക്കിംഗ് ടൂർ തുടരുന്നതിനിടെ ഒരു മനോഹരമായ സുവനീർ ഷോപ്പിലേക്ക് ഞാൻ കയറി. കടയിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ അവിടുത്തെ സെയിൽസ് വനിത വളരെ ഹൃദ്യമായൊരു പുഞ്ചിരിയോടെ എന്നെ സ്വാഗതം ചെയ്തു. പ്രാദേശിക കരകൗശല ഉൽപ്പന്നങ്ങൾ, ചോക്ലേറ്റുകൾ, വിവിധതരം ഭക്ഷ്യവസ്തുക്കൾ, വൈനുകളും റാക്കിയ പോലുള്ള പ്രാദേശിക മദ്യങ്ങളും ഉൾപ്പെടെ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഇറങ്ങിയ ഞങ്ങൾ അടുത്ത ലക്ഷ്യമായ ക്രൊയേഷ്യയിലേക്ക് യാത്ര പുറപ്പെട്ടു. ബസ് മുന്നോട്ട് നീങ്ങുമ്പോൾ ജനാലയ്ക്ക് പുറത്തുള്ള കാഴ്ചകൾ ഓരോ നിമിഷവും കൂടുതൽ മനോഹരമാവുകയാണ്. ഒരു വശത്ത് നീല നിറത്തിൽ തിരങ്ങിളങ്ങുന്ന അഡിയാറ്റിക് കടൽ, മറുവശത്ത് ആകാശത്തെ തൊട്ട് നിൽക്കുന്ന മലനിരകൾ. പ്രകൃതി ഇത്രയും മനോഹരമായൊരു ചിത്രം വരയ്ക്കുമോ എന്ന് തോന്നിപ്പോകും. ഇതൊരു യാത്ര മാത്രമല്ല, കണ്ണിനും മനസ്സിനും ഒരുപോലെ ആനന്ദം നൽകുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ മോണ്ടിനെഗ്രോയുടെ ഈ തീരപാത യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ സിനിറ്റിക് ഡ്രൈവുകളിലൊന്നായി അറിയപ്പെടുന്നു. യാത്രയ്ക്കിടെ ഇടയ്ക്കിടെ ക്രൊയേഷ്യയിലേക്കുള്ള ദിശാ ബോർഡുകളും കാണാൻ തുടങ്ങി. അങ്ങനെ മോണ്ടിനെഗ്രോയുടെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ഞങ്ങൾ രാജ്യത്തോട് വിട പറഞ്ഞു. ഏതാനും മീറ്ററുകൾ മാത്രം മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾ ക്രൊയേഷ്യയുടെ പ്രവേശന കവാടത്തിലെത്തി. ബാൾക്കൻ രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത ഇതാണ്. ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് എത്താൻ പലപ്പോഴും കുറച്ച് മിനിറ്റുകൾ മാത്രം മതിയാകും. എങ്കിലും ഓരോ അതിർത്തിയിലും ഓരോ രാജ്യവും അതിൻ്റേതായ സംസ്കാരവും ചരിത്രവും പ്രത്യേകതകളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രൊയേഷ്യയിലേക്കുള്ള അതിർത്തി പ്രവേശന പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ബാൾക്കൻ യാത്രയുടെ അടുത്ത മനോഹരമായ അധ്യായത്തിലേക്ക് ഞാൻ കടക്കുന്നു. ക്രൊയേഷ്യ. വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ.